ഹായ് ഹലോ, ഇന്ന് നമുക്കൊരു വെറൈറ്റി കട്ട്ലേറ്റ് പരീക്ഷിച്ചാലോ? അതിലേക്ക് ആവശ്യമായ സാധനങ്ങളാണ് ഞാനിവിടെ കാണിക്കുന്നത്. എന്തൊക്കെയാണെന്ന് വഴിയെ പറയാം. ഒരു പാൻ ചൂടാകുമ്പോഴത്തേക്കും അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. നമ്മളിപ്പോൾ ആവശ്യത്തിന് എത്രയാണോ എണ്ണ അത് ഒഴിച്ചു കൊടുക്കുക. നമുക്ക് ഏത് എണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്തിരിക്കുന്നത്. സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് അത് നല്ലതുപോലെ തിളച്ച് വരുമ്പോഴത്തേക്കും അതിലേക്ക് ഞാൻ 2 സബോളയാണ് കുനുകുനെ അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് നല്ലതുപോലെ ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇവ ചതച്ച് വെച്ചിരിക്കുന്നതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അത് ആഡാക്കി അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അത് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ പൊടികളെല്ലാം ആഡാക്കി കൊടുക്കുന്നുണ്ട്. അതായത് ആദ്യം തന്നെ ഞാനിവിടെ ഉപ്പ് ചേർക്കുന്നുണ്ട്. 1 സ്പൂണോളം ഉപ്പ് ചേർക്കുന്നുണ്ട്. 1 സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. 2 സ്പൂൺ ഞാൻ മുളക് പൊടിയും 1 സ്പൂൺ മല്ലിപ്പൊടിയും 1 സ്പൂൺ ഗരം മസാലയും 1 സ്പൂൺ തന്നെ ചിക്കൻ കറി മസാലയും ആഡാക്കുന്നുണ്ട്. അതിലേക്ക് പുഴുങ്ങിയ പൊട്ടറ്റോയും ക്യാരറ്റും കൂടെ ആഡ് ചെയ്ത് അത് നല്ലതുപോലെ മിക്സാക്കി എടുക്കുമ്പോഴത്തേക്കും അതിലേക്ക് ചിക്കനാണ് ഞാൻ 1 ബൗൾ ചിക്കൻ ആഡാക്കി കൊടുക്കുന്നുണ്ട്. അതും നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്ത് ഒന്ന് എടുക്കുമ്പോഴത്തേക്കും ഞാനിവിടെ സ്പെഷ്യലായിട്ട് ആഡ് ചെയ്യുന്നത് ഗ്രീൻ ബീൻസും കടലയും വേവിച്ച് പൊടിച്ചെടുത്തിരിക്കുന്നതാണിത്. അത് നമുക്ക് ഒരു അരിപ്പൊടിക്കൊക്കെ പകരം യൂസ് ചെയ്യുന്നതിന് വേണ്ടി ചിലർക്ക് അരിപ്പൊടിയൊക്കെ യൂസ് ചെയ്യും. അതിന് പകരമാണ് ഞാനിവിടെ ഇത് ട്രൈ ചെയ്യുന്നത്. എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അതിനുശേഷം കയ്യിൽ വെളിച്ചെണ്ണയോ എന്ത് എണ്ണയാണെങ്കിലും നമ്മൾ നല്ലതുപോലെ ഒന്ന് തടവിയതിന് ശേഷം ഈ കുറച്ചൊന്ന് ചൂട് മാറുമ്പോഴത്തേക്കും ഈ ഒരു കട്ട്ലേറ്റിന് ആവശ്യമായ രീതിയിൽ അതൊന്ന് ഉരുട്ടി ചെറിയ രീതിയിൽ പരത്തി നമ്മുടെ കട്ട്ലേറ്റിൻ്റെ സാധാരണ ഷേപ്പിലേക്ക് പരത്തി എടുക്കണം. അത് എടുത്ത് ഞാൻ മൊത്തത്തിൽ ഇവിടെ അത് ആ ഒരു ഷേപ്പിലാക്കി മാറ്റിയതിന് ശേഷമാണ് ഞാൻ ഫ്രൈ ചെയ്യാൻ എടുക്കുന്നത്. അത് ഞാൻ 2 മുട്ടയും അതിലേക്ക് ഉപ്പും ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ റവയാണ് കോട്ടിങ്ങിനായിട്ട് യൂസ് ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ ബ്രെഡ് ക്രംസ് ഇല്ലായിരുന്നു. അതിന് പകരമായിട്ട് ഞാൻ റവയാണ് എടുക്കുന്നത്. അത് ഞാൻ റവ എടുത്തു എങ്കിലും എനിക്കത് എല്ലാവരും യൂസ് ചെയ്യുമോ എന്നൊന്നും അറിയില്ല. ഞാൻ എൻ്റെ ഒരു പരീക്ഷണാർത്ഥം ഞാൻ ചെയ്തതാണ്, റവ യൂസ് ചെയ്തതാണ്. പക്ഷേ റവ എണ്ണയിലിട്ട് നമ്മൾ വറുക്കാനിട്ടപ്പോൾ തന്നെ നല്ല ഒരു മണവും പിന്നെ അത് കഴിക്കാനും ഒരു പ്രത്യേക ടേസ്റ്റും നമുക്ക് ഉണ്ടായിരുന്നു. റവ കോട്ടിങ് ആയിട്ട് വന്നപ്പോൾ ഒരു പ്രത്യേക മണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. റവ കോട്ടിങ്ങിൽ വെച്ച് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് എനിക്ക് പുതിയ അറിവാണെന്നുള്ളതല്ല, ഞാൻ എൻ്റേതായ രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കിയതാണിത്. ഇങ്ങനെ ചെയ്യുമോ എന്നെനിക്ക് അറിയില്ല. എന്തായാലും ചെയ്യുമെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കണം. നല്ല ഒരു കട്ട്ലേറ്റ് ആയിരുന്നു. നമുക്ക് ആ ഒരു ഷേപ്പിലൊരു വ്യത്യാസം വരും. മീൻസ് നമ്മൾ കട്ട്ലേറ്റ് ബ്രെഡ് ക്രംസ് വെച്ചിട്ടുണ്ടാക്കുന്ന കട്ട്ലേറ്റ് നമ്മൾ കൈകൊണ്ട് പിച്ചെടുക്കുമ്പോൾ അതേ ഷേപ്പ് തന്നെ ആയിരിക്കും. അതുപോലെ എനിക്ക് ഇതിൽ വന്നില്ല എങ്കിലും നല്ല ഒരു ടേസ്റ്റ് ആയിരുന്നു. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.